ശ്രീനാരായണ ഗുരു ഏകാന്ത ധ്യാനത്തിന് തെരഞ്ഞെടുത്ത ആലുവയിലെ വാത്മീകി കുന്നിൽ ഗുരുവിന്റെ പേരിൽ ധ്യാന മണ്ഡപമൊരുക്കുമെന്ന് അദ്വൈതാശ്രമം. വാത്മീകി കുന്ന് ശ്രീനാരായണീയരെ സംബന്ധിച്ച് മധ്യകേരളത്തിലെ ഏറ്റവും പ്രാധാന്യത്തോടെ വളരേണ്ട ഇടമാണെന്ന് ആശ്രമം മഠാധിപതി ധർമ്മ ചൈതന്യ സ്വാമികൾ ജനം ടിവിയോട് പറഞ്ഞു. സഹോദരൻ അയ്യപ്പനും പത്നി പാർവതി അയ്യപ്പനും അന്ത്യവിശ്രമം കൊള്ളുന്നതും വാത്മീകി കുന്നിലാണ്. 1912 ആലുവയിലെ അദ്വൈതാശ്രമത്തിന്റെ പ്രവർത്തനമാരംഭിച്ച ശ്രീനാരായണ ഗുരുവിന് ഇവിടെ വെച്ച് ലഭിച്ച പ്രിയ ശിഷ്യനാണ് ഗുരു വാൽമീകി എന്ന് വിളിപ്പേരിട്ട വേലു. കൊലപാതക കേസിൽ ജയിൽവാസം അനുഭവിച്ച വേലുവിൽ മാനസിക പരിവർത്തനം സൃഷ്ടിച്ചത് ഗുരുവിന്റെ സാമീപ്യമായിരുന്നു. പിന്നീട് വേലു അദ്വൈതാശ്രമത്തിനായി സമ്മാനിച്ച ഭൂമിയാണ് ഗുരു വാൽമീകി കുന്നെന്ന് വിശേഷിപ്പിച്ച പ്രദേശം. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി വളരേണ്ട സ്ഥലമാണ് വാൽമീകി കുന്ന്. അപ്പോൾ അതിൻ്റെ ആ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ് ശിവഗിരി മഠം അവിടെ പുതിയ സംരംഭങ്ങൾക്കായി തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഇതുവരെ മനുഷ്യന് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം കാട് പിടിച്ച് കിടന്നിരുന്ന ആ പ്രദേശം വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഗുരുദേവൻ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരുന്ന മരുത്വാമലയും കൊടിതൂക്കിമലയെയും പോലെ പ്രാധാന്യമുള്ള ഇടമാണ് വാൽമീകി കുന്നെന്നും ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ധർമ്മ ചൈതന്യ സ്വാമികൾ പറഞ്ഞു. കൊടിതൂക്കിമലയും അതുപോലെ തന്നെ മരുത്വാമലയും പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് ഈ വാൽമീകി കുന്ന്. സത്യാന്വേഷികളായിട്ടുള്ള ജിജ്ഞാസുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്നിരുന്ന അവരുടെ ഏകാന്തമായ ധ്യാനം നടത്തുന്നതിനുള്ള ഒരു കേന്ദ്രമാക്കി അതിനെ വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു കൊണ്ടിരിക്കുന്നത്. കുന്നിന്റെ മുകൾ ഭാഗവും ഗുരു ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരുന്നതായി കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ സ്മരണമഞ്ജരിയിൽ വിവരിക്കുന്നുണ്ട്. കാടുപിടിച്ചു കിടന്ന ഈ പ്രദേശത്ത് ആശ്രമത്തിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി വൃക്ഷത്തൈകളും പച്ചക്കറി തൈകളും കൃഷി ചെയ്യുകയാണ്. സഹോദരൻ അയ്യപ്പനും പത്നി പാർവതി അയ്യപ്പനും അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമെന്ന പ്രത്യേകതയും ഈ പ്രദേശത്തിനുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.